ഇൻകം ടാക്സിലെ HRA എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, മിസ്റ്റർ രാജു റിസൈഡ് ഇൻ കാൺപൂർ. ഹി ഗെറ്റ്സ് എ ബേസിക് സാലറി ഓഫ് ₹2 lakh, ഡിയർനെസ് പേ ₹2 lakh ആൻഡ് എ ഹൗസ് റെൻറ്റ് അലവൻസ് ₹1,50,000 per annum. He pays a rent of ₹1,80,000 per annum. Compute the amount of HRA chargeable to tax എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സംപ്റ്റഡ് എമൗണ്ട് കാണാനുള്ള 3 ക്രൈറ്റീരിയ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ആക്ച്വൽ HRA റിസീവ്ഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. മൂന്നാമത്തെ 40% ഓഫ് സാലറി. ഇനി മെട്രോ സിറ്റീസ് ആണെങ്കിൽ 50% ഓഫ് സാലറി. ഓക്കെ, ഈ 3 ക്രൈറ്റീരിയ നമ്മൾ കണ്ടതിന് ശേഷം ഇതിൽ ഏതാണ് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട്, അതായിരിക്കും എന്ത് എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആക്ച്വൽ HRA റിസീവ്ഡ് എത്രയാണ്? 1,50,000 ആണ്. റെൻറ്റ് പെയ്ഡ് 1,80,000 തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ 10% ഓഫ് സാലറി മൈനസ് ചെയ്യണം. സാലറി എന്നതിൽ ബേസിക് സാലറി വരും, അതേപോലെ ഡിയർനെസ് പേ ആണ് തന്നിട്ടുള്ളത്, ഡിയർനെസ് പേയും ഉൾപ്പെടും. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 4 lakh എന്ന് വരും. അപ്പോൾ 4 lakhൻ്റെ 10% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 40,000 എന്ന് കിട്ടും. ഈ റെൻറ്റ് പെയ്ഡിൽ നിന്ന് നമ്മൾ 1,80,000 40,000 10% ഓഫ് സാലറി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,40,000 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? 40% ഓഫ് സാലറിയാണ്. സാലറി നമ്മൾ പറഞ്ഞു 4 lakh ആണ്. ഇതിന് 40% കാണുന്നു. അപ്പോൾ നമുക്ക് 1,60,000 എന്ന് കിട്ടും. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയയിൽ ഏതാണ് ലീസ്റ്റ് എമൗണ്ട്? 1,40,000 ആണ്. അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത് എത്രയാണ്? 1,40,000 ആണ്. അപ്പോൾ ടാക്സബിൾ കാണുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ എമൗണ്ട് ഓഫ് HRAയിൽ നിന്നും എക്സംപ്റ്റഡ് എമൗണ്ട് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടാക്സബിൾ വാല്യൂ 10,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച സെയിം മോഡൽ ക്വസ്റ്റ്യൻ. മിസ്റ്റർ ഫിലിപ്പ് റിസൈഡ് ഇൻ കാൺപൂർ. ഹി ഗെറ്റ്സ് എ ബേസിക് സാലറി ഓഫ് ₹2 lakh, ഡിയർനെസ് പേ ₹2 lakh ആൻഡ് ഹൗസ് റെൻറ്റ് അലവൻസ് ₹1,50,000 per annum. He pays a rent of ₹1,80,000 per annum. Determine the amount of HRA chargeable to tax. സെയിം ക്വസ്റ്റ്യൻ ആണ്, പേര് മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുന്നത് നേരത്തെ നമ്മൾ വർക്കൗട്ട് ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെയിം മോഡലാണ്, നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്, ശ്രീ രവി ഓഫ് കോഴിക്കോട് ഗെറ്റ്സ് ₹72,000 ആസ് ബേസിക് സാലറി, 6,000 ആസ് ഡിയർനെസ് പേ ആൻഡ് 8,000 ആസ് ഡിയർനെസ് അലവൻസ്, ₹20,000 per annum ആസ് ഫിക്സ്ഡ് കമ്മീഷൻ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. ഹി ഓൾസോ റിസീവ്ഡ് 30,000 ആസ് HRA, though he paid ₹36,000 as rent. Compute amount of taxable amount of HRA exempted from tax എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 3 ക്രൈറ്റീരിയാസ് കാണിക്കുന്നു. ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് 30,000 ആണ്. റെൻറ്റ് പെയ്ഡ് 36,000 ആണ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 10% ഓഫ് സാലറി മൈനസ് ചെയ്യുന്നു. സാലറിയിൽ ബേസിക് സാലറിയും അതേപോലെ തന്നെ ഡിയർനെസ് പേയും ഉൾപ്പെടും. അതായത് 78,000 വരും. ഇതിൻ്റെ 10% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 7,800 എന്ന് കിട്ടും. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡിയർനെസ് പേ ആണ് 6,000 തന്നത്. ഡിയർനെസ് പേ ആകുമ്പോൾ നമ്മൾ സാലറി എന്നതിൽ ഉൾപ്പെടുത്തും. ഇനി ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ അത് ഫോമിംഗ് പാർട്ടല്ല. അതേപോലെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ എന്നുള്ളത് മാത്രമേ നമ്മൾ കാണിക്കും. ഇവിടെ കമ്മീഷനും എടുക്കേണ്ടതില്ല. അപ്പോൾ ഇതിന് 10% കണ്ടു കഴിഞ്ഞാൽ 7,800 എന്ന് കിട്ടും. അപ്പോൾ ഈ 36ൽ നിന്നും 7,800 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 28,200 എന്ന് കിട്ടും. ഇനി 40% ഓഫ് സാലറി കാണുന്നു. അതായത് 78,000ൻ്റെ 40% 31,200 ആണ്. അപ്പോൾ നമുക്കിവിടെ ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏത് കിട്ടും? 28,200. എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത് 28,200 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ HRAയുടെ പാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ജസ്റ്റ് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്